മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ്. ഇന്നു മുതൽ നമ്മളൊരു പരമ്പര തുടങ്ങാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, നാളെ സെപ്റ്റംബർ 1 മുതൽ സംസ്ഥാനത്തെ CPMന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. സംസ്ഥാന സമ്മേളനം ഇത്തവണ കൊല്ലത്ത് വെച്ച് നടക്കുമെന്നാണ് കേൾക്കുന്നത്. എന്തായാലും സെപ്റ്റംബർ മാസത്തിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ, ഒക്ടോബർ മാസത്തിൽ ലോക്കൽ സമ്മേളനങ്ങൾ, നവംബർ മാസത്തിൽ ഏരിയ സമ്മേളനങ്ങൾ, ഡിസംബർ മാസത്തിൽ ജില്ലാ സമ്മേളനം എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ സമ്മേളനത്തിൻ്റെ ടൈം ഷെഡ്യൂൾ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓരോ ജില്ലകളായി എടുത്ത് അതിന് വണ്ടി നമ്പർ കൊടുക്കുകയാണ്. KL01 തിരുവനന്തപുരം. അപ്പോൾ ആ KL01 വാഹനമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉടനീളം സഞ്ചരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ CPMന് വളരെ പ്രധാനപ്പെട്ട ജോസഫ് തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് കാരണവന്മാർ പ്രവർത്തന മണ്ഡലമായെടുത്ത അനിരുദ്ധൻ, അതുപോലെയുള്ള അവണാകുഴി സദാശിവൻ, ഇങ്ങനെ തുടങ്ങിയ മുൻകാല നേതാക്കന്മാർ, കാട്ടായിക്കോണം V. ശ്രീധർ തുടങ്ങിയ മഹാമേരുക്കൾ കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ് തിരുവനന്തപുരത്തെ ഇപ്പോഴുള്ള ആധുനിക CPIM. ഇതിൻ്റെ തകർച്ചയും പതർച്ചയും തുടങ്ങുന്നത് ഏതാണ്ട് വ്യക്തിപൂജ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന സമയത്താണ്. ഇത് പറയുമ്പോൾ തിരുവനന്തപുരത്തെ പറ്റി ആദ്യമായി നമ്മൾ കേൾക്കേണ്ടുന്നത് കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച്, അത് അങ്ങ് അനാവൂർ നാഗപ്പൻ്റെ നാട്ടിലായിരുന്നു, പാറശാലയിൽ ഒരു തിരുവാതിര അരങ്ങേറ്റമാണ് അവിടെ നടന്നത്. 1000 പേർ സ്ത്രീകൾ പങ്കെടുക്കുന്ന തിരുവാതിര. ആ തിരുവാതിരയ്ക്കോ പാട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടും. ഇത് സംസ്ഥാനത്തുടനീളം CPMന് അവമതിപ്പുണ്ടാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ അനാവൂർ നാഗപ്പന് നേട്ടമുണ്ടാക്കിയ ഒരു കാര്യവുമാണ്. അനാവൂർ നാഗപ്പൻ ആ സമ്മേളന വർഷം എത്തിയതിനു ശേഷം, അതിന് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തെക്കാൾ സീനിയറായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ ആരെയും പരിഗണിക്കാതെ തന്നെ മിസ്റ്റർ അനാവൂർ നാഗപ്പനെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി ഉയർത്തപ്പെട്ടു, വാഴ്ത്തപ്പെട്ടു എന്നുള്ളതാണ്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന പോലെയാണ് ഇപ്പം CPMലെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാനും വയ്യ. അങ്ങനെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അനാവൂർ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ ഒരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ ഏതാണ്ട് 6 മാസക്കാലം എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈസിയായിട്ട് തിരഞ്ഞെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അതിനു മുമ്പേ തിരഞ്ഞെടുപ്പ് നടക്കുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണല്ലോ. 6 മാസക്കാലമായിട്ടും അതിന് കഴിഞ്ഞില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പാണ് V. ജോയിയെ, ഇളം തലമുറയിൽപ്പെട്ട V. ജോയിയെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ജോയി ആകട്ടെ SFI DFI രംഗത്തത്ര സജീവമായിരുന്നില്ലെന്ന് തോന്നുന്നു. SFI ജില്ലാ സെക്രട്ടറിയായി പ്രസിഡന്റായൊക്കെ പ്രവർത്തിച്ച ആളാണ് V. ജോയ്. നല്ല സംഘാടകനാണ്, നല്ല പൈസക്കാരനാണ് എന്നൊക്കെയുള്ള പ്ലസ് പോയിന്റ്സ് ജോയിക്കുണ്ട്. അത് ജോയിയിലേക്ക് എത്താൻ വേണ്ടി എത്ര സമയമെടുത്തു എന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, കടകംപള്ളി സുരേന്ദ്രനും
വി ശിവൻകുട്ടിയും തമ്മിലുള്ള ശീതസമരത്തിൻ്റെ സൗന്ദര്യപ്പിണക്കത്തിൻ്റെ പേരിലാണ്. അങ്ങനെ അവസാനം ഗോളടിച്ചത് കടകംപള്ളിയാണ്. കടകംപള്ളിയുടെ നോമിനിയായിട്ട് വി ജോയി ജില്ലാ സെക്രട്ടറി ആവുകയാണ് ഉണ്ടായത്. ജില്ലാ സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം അദ്ദേഹത്തെ സെക്രട്ടറിയാക്കിയത്. എന്നാൽ അദ്ദേഹത്തിനേക്കാൾ സീനിയോറിറ്റി ഉണ്ടായിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന യതീന്ദ്രൻ, സി ജയൻ ബാബുവിൻ്റെ പേര് ആദ്യമേ പറയണം. സി ജയൻ ബാബു, യതീന്ദ്രൻ, വി കെ മധുവൊക്കെ അതിനു മുമ്പ് തന്നെ എന്തോ ഒരു നടപടിയിൽ അവിടെ ഭൂമി വാങ്ങിക്കൂട്ടിയതിൻ്റെ മറ്റോ നടപടിയിലായിപ്പോയി. അങ്ങനെയുള്ള സീനിയേഴ്സിനെ മറികടന്നാണ് യഥാർത്ഥത്തിൽ വി ജോയി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത്. അതുപോലെ ജയൻ ബാബുവിനെയാണ് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒതുക്കി ഒരു മൂലക്ക് ഇട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം മേയറാകാൻ അദ്ദേഹം മേയർ സ്ഥാനാർത്ഥിയായിരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹം പൊങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ യുവജനങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം. മറ്റെല്ലാ ജില്ലകളിലും യുവജനങ്ങൾ വിദ്യാർത്ഥി രംഗത്തുനിന്നോ യുവജന രംഗത്തു നിന്നോ വിട പറഞ്ഞ് പൊതുപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ചെന്നാൽ മീശ നരയ്ക്കണം അല്ലെങ്കിൽ മുടി നരയ്ക്കണം എന്നുള്ളതാണ് നിബന്ധന. ഇല്ലാതെ അവരെ ജില്ലാ കമ്മിറ്റിയിൽ പോലും എടുക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് അതിന് മാറ്റമുണ്ട്. അത് ഇപ്പോൾ കൊല്ലം ജില്ലയിലായാലും മറ്റ് ജില്ലകളിലും അതിന് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. തല നരയ്ക്കണം, മുടി നരയ്ക്കണം എന്നുള്ള അവസ്ഥ. പ്രത്യേകിച്ച് SFI രംഗത്തുനിന്ന് വന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രൊമോഷൻ കിട്ടാൻ ഏറെ വൈകും എന്നുള്ളതാണ് അനുഭവം. എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ ഈ പടലപ്പിണക്കത്തിൻ്റെയും ഗ്രൂപ്പ് വൈരത്തിൻ്റെയും പേരിൽ ബലിയാടാകപ്പെട്ട ഒരാളുണ്ട്. പിരപ്പൻകൂട് മുരളി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് പ്രായാധിക്യം കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ തുടരാൻ കഴിയാത്ത അവസ്ഥയിൽ ഒഴിവാക്കുന്നു എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അതിനേക്കാൾ പടുകിളവനായ പിരപ്പൻകൂടൻ അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം വിട്ടുപോയി, കോലിയക്കോട് കൃഷ്ണൻ നായർ എന്ന മനുഷ്യൻ ഇപ്പോഴും ആ സ്ഥാനങ്ങൾ സംസ്ഥാന സഹകരണ സർക്കിൾ യൂണിയൻ്റെ ചെയർമാനായി ഇപ്പോഴും തുടരുകയാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലുണ്ടെന്നാണ് തോന്നുന്നത്. അത് വ്യക്തമായി അറിയാൻ വയ്യ. എന്തായാലും അദ്ദേഹം പ്രായാധിക്യനല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ CPMൻ്റെ തിരുവനന്തപുരത്തെ അവസ്ഥ. ഇപ്പോൾ പിരപ്പൻകൂട് മുരളി പാർട്ടിക്ക് ഒട്ടനവധി സംഭാവനകൾ ചെയ്ത ഒരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം തന്നെ നാടക രംഗത്ത് ആചാര്യനായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇതിനിടയിൽ പാർട്ടി പ്രവർത്തനം വീഴ്ച കൂടാതെ നടത്തിക്കൊണ്ടുപോരുകയും ഒരു ടൈം ജില്ലാ സെക്രട്ടറിയായി വരെ പ്രവർത്തിച്ച ആളാണ് ശ്രീ പിരപ്പൻകൂട് മുരളി. അദ്ദേഹത്തെ ഒരു കാരണവശാലും മാറ്റി നിർത്തേണ്ടുന്ന യാതൊരു കാര്യവും ഇല്ലാത്തതാണ്. എന്നാൽ അദ്ദേഹം ബലിയാടായത് VS അച്യുതാനന്ദൻ്റെ നിലപാടിനോട് അടുത്തു നിന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യവുമാണ്. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ബലിയാടാണ് പിരപ്പൻകൂട് മുരളി. എന്നാൽ ഈ ജില്ലയിൽ യുവജനങ്ങൾക്ക് നല്ല പ്രമോഷൻ നൽകുന്ന ജില്ലയാണ്. ഉദാഹരണത്തിന് SS രജലാൽ, MM ബഷീർ, ദ്വന്ദ്വങ്ങളിൽ തുടങ്ങി താഴോട്ടുള്ളവർക്കെല്ലാം. അതിനു മുമ്പും BS രാജീവിന് പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്നു, കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു, അങ്ങനെ CI2ൻ്റെയൊക്കെ ചുമതല ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ യുവജനങ്ങൾക്ക് നല്ല പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു രീതിയാണ്
തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ തുടർന്ന് വന്ന് കണ്ടത്. ഇപ്പോഴത്തെ യുവജന നിരയിലാണെങ്കിൽ KS സുനിൽകുമാർ, SP ദീപക്കിനെ ഇപ്പോൾ ശിശുക്ഷേമ സമിതിയിലെ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് ഒന്ന് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം അതിനകത്ത് യാതൊരു കാര്യവും ഉള്ളതല്ല. അവിടുത്തെ ഒരു സ്റ്റാഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് കുട്ടികൾ മണ്ണ് തിന്നുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ കുട്ടികൾ കളിക്കുട്ടികളാണ്, മണ്ണിൽ കളിക്കുന്ന കുട്ടികളാണ്. അവർ മണ്ണ് വാരി വായി വയ്ക്കുന്നത് ചോറുണ്ടെന്നത് പോലെ ആയിരുന്നു. അതിനെ കുറച്ചുകൂടി സെൻസേഷണലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ആ സ്ഥാപനത്തിലെ ജീവനക്കാരൻ, ഒരു പഴയ സഭക്കാരനാണ്, ഈ കുട്ടികൾ മണ്ണ് വാരി കഴിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഇവിടെ മണ്ണ് തിന്നുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ എന്നുള്ള വിധത്തിൽ ആ വാർത്തയുടെ വ്യാഖ്യാനവും പോയി എന്നുള്ളത് കൊണ്ടാണ് ദീപക്കിന് അങ്ങനെ ഒരു പതനം അവിടെ സംഭവിച്ചത്. അതുകൂടാതെ പിന്നെ IB സതീഷ്, SFIയുടെ ദീപക്കിനൊപ്പം തന്നെ ജില്ലാ പ്രസിഡന്റായിരുന്ന SFIയുടെ IB സതീഷ് രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ MLA ആകുന്നത്. അതുപോലെ സ്റ്റീഫൻ, കാട്ടാക്കടയിലുള്ള CPMന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. സ്റ്റീഫനും ഇത്തവണ MLA ആണ്. അങ്ങനെ പലരെയും ഒരു മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഡോക്ടർ ഷിജു ഖാൻ, മലയാളത്തിൽ കാര്യവട്ടത്ത് വന്നൊരു ഡോക്ടറേറ്റൊക്കെ ഒപ്പിച്ച് ഡോക്ടർ ഷിജു ഖാനായി. ഷിജു ഖാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ്. അതുപോലെ A. റഹീം SFIയിലും DYFIയിലും ഒക്കെ പ്രവർത്തിച്ച ആളാണ്. വണം പോലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രമോഷൻ. ഇപ്പോൾ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, ഈ റഹീമിന് പിണറായി കാലത്ത് ഇത്രയും നല്ല ഒരു പ്രൊമോഷൻ കിട്ടാൻ കാരണം, ഇത്രയും വേഗത്തിൽ പ്രൊമോഷൻ കിട്ടാൻ കാരണം, ഞാൻ ഇന്നും എൻ്റെ മനോമുഖരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പടമുണ്ട്, പത്രത്തിൽ വന്ന പടം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ എന്തോ ചടങ്ങ് നടക്കുന്നു. മുഖ്യമന്ത്രി അവിടെ പങ്കെടുത്ത് സംസാരിക്കാൻ വരുന്നു. കോരിച്ചൊരിയുന്ന മഴ. ഈ സാഹചര്യത്തിൽ ഒരു കുടയുമായി, കുടയെന്ന് പറഞ്ഞാൽ സാധാരണ ചെറിയ കുടയല്ല, സാധാരണ നേതാക്കന്മാരൊക്കെ കൊണ്ടു നടക്കുന്ന വലിയ കുട, വലിപ്പവും വിസ്താരവുമുള്ള കുട, ഇതുമായി വന്ന് പിണറായി വിജയന് കുട പിടിക്കുന്നത് കണ്ടതാണ്. അതിനുശേഷം ഇന്നേ വരെ പിണറായി റഹീമിനെയും മറന്നിട്ടില്ല, റഹീം പിണറായിയിൽ നിന്ന് അകന്നിട്ടുമില്ല. അങ്ങനെ റഹീമിന് ഇന്നിപ്പോൾ രാജ്യസഭാ മെമ്പറാണ്. പിന്നെ ആ ചാബല്യങ്ങളും അവക്കുതൊക്കെ പലപ്പോഴും പ്രകടിപ്പിക്കുന്ന ആളാണ് റഹീം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും അവിടെ ആ റഹീമിന് വരെ നല്ല പ്രൊമോഷനാണ്, വേഗത്തിലുള്ള പ്രൊമോഷൻ. എന്തിനേറെ പറയുന്നു, ഭീമാപ്പള്ളി സുധീർ, കാര്യവട്ടം ക്യാമ്പസിൽ പഠിച്ച ഒരു അറബിക് സ്കോളറായിട്ടുള്ള, അറബിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു റിസർച്ച് സ്കോളറായിരുന്ന സുധീർ ഭീമാപ്പള്ളി ഈസ്റ്റ് വാർഡിൽ നിന്നും കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നു. അങ്ങനെ ഞാനത് സുധീറിനെ പറഞ്ഞത്, സുധീർ വരെയുള്ള അതിനിടയ്ക്കുള്ള ഒട്ടനവധി ഞാൻ അറിയാത്ത നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഇവരെല്ലാം വളർത്തിക്കൊണ്ടുവന്നു എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയുടെ ഒരു പ്രത്യേകതയാണ്. ഇത് ഞാൻ എടുത്തു പറഞ്ഞത്, ഓരോ കാലത്തും തിരുവനന്തപുരം ജില്ലയിലെ യുവാക്കളെ തന്നെ കേഡർമാരാക്കി നേതാക്കന്മാരാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിൽ ബദ്ധശ്രദ്ധമാണ് തിരുവനന്തപുരം ജില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. എന്നാൽ ഈ ചെറുപ്പക്കാരെ ഇത്തരം വളർത്തിയവരോടൊപ്പം ചിലരെ, അപൂർവം ചിലരെ ഒഴിവാക്കിയിട്ടുമുണ്ട്. ഉദാഹരണത്തിന് ഐ സാജു, അതുപോലെ ബാലമുരളി എന്നീ SFI DYFI നേതാക്കന്മാരെ, ഐ സാജു ഒക്കെ നല്ല കഴമ്പുള്ള ഗ്രാസ്പിംഗ് കപ്പാസിറ്റിയുള്ള ചെറുപ്പക്കാരാണ്. അവരെയൊക്കെ ഒരു മൂലയ്ക്ക് ഒതുക്കി ഇരുത്തിയിട്ടുണ്ട്. പൊതുവിൽ അടുത്ത ജില്ലാ സമ്മേളനത്തിലേക്ക് പോകുന്ന CPM തിരുവനന്തപുരം ജില്ലയിൽ വലിയ കോലാഹലങ്ങൾക്ക്
കാര്യമില്ലാത്ത വിധം അതിൻ്റെ സംഘടനാ ചട്ടക്കൂട് ഒതുക്കി നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി അത് സമ്മേളനത്തിലെ പൊതുവികാരം എങ്ങനെയാണോ അതിനനുസരിച്ച് സമ്മേളനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റിയുടെ സ്വഭാവം അനുസരിച്ച് നേതൃത്വത്തിൻ്റെ ഘടനയിൽ മാറ്റം വന്നേക്കാം. എന്തായാലും ഒരു ശുദ്ധികലശം തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ വേദിയായി വരുന്ന ബ്രാഞ്ച്, ലോക്കൽ ഏരിയ, ജില്ലാ സമ്മേളനങ്ങൾ ഉപകരിക്കണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.